ഹലോ, ഇത് നമ്മുടെ ശനിയാഴ്ചത്തെ ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ അന്ന് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് വ്ളോഗ് എടുക്കണം എന്നുള്ള പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ലേ. നല്ല ക്ഷീണമായിരുന്നു. തലേന്ന് രാത്രി ലല്ലു അത്രയ്ക്ക് ഇങ്ങോട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല ക്ഷീണമായിരുന്നു. അങ്ങനെ എണീറ്റപ്പോഴത്തേക്കും അച്ഛൻ കരിയില കൊണ്ടിട്ട് നമ്മുടെ മരം മൊത്തം മുറിച്ച് കളയാണ്. ഭയങ്കര കരിയിലയാണ്. അതിപ്പോൾ വേനൽ സമയമായതുകൊണ്ടിട്ട് മൊത്തം പൊഴിഞ്ഞളവാണ് കേട്ടോ, കരിഞ്ഞ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടിക്ക് എന്നെ ഇഷ്ടമേ അല്ല. ഞാൻ ഫുഡ് കൊടുക്കുമ്പോൾ മാത്രമേ എന്നോട് ഇഷ്ടമുള്ളൂ കേട്ടോ. അപ്പോൾ അതിനെ പേടിപ്പിച്ച് വിട്ടു. നമ്മൾ ഫുഡൊക്കെ രാവിലെ തന്നെ റെഡിയാക്കി എടുത്തു. ദോശയും ചമ്മന്തിയായിരുന്നേ. ഇങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചു. അതിനുശേഷം ഞാൻ പിന്നെ പുറത്തൊക്കെ ഇറങ്ങി നമ്മുടെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു. കാരണം ഇപ്പോൾ നല്ല ചൂടാണല്ലോ. അപ്പോൾ രാവിലെ വെയിൽ പറഞ്ഞതിന് മുമ്പ് ജനലൊക്കെ തുറന്നിടുമ്പോഴത്തേക്ക് ഇച്ചിരി തണുപ്പൊക്കെ ആയി കിട്ടും. പിന്നെ ഇത് ഞാൻ ഇപ്പം നട്ട് വെച്ച ചെടിയാണ് കേട്ടോ. നട്ട് വെച്ചില്ല, നമ്മുടെ വെള്ളത്തിലിട്ട് വെക്കുമ്പോഴത്തേക്ക് മണി പ്ലാന്റ് ഇങ്ങനെ പൊടിച്ച് വരുമെന്ന് കേട്ടു. അങ്ങനെ ഇത് നമ്മുടെ മീനിട്ടിരുന്ന ബൗളാണ്. അപ്പോൾ മീനൊക്കെ ചത്തു പോയതുകൊണ്ട് വെറുതെ ഇരിക്കുകയായിരുന്നേ. അപ്പോൾ ഞാൻ ഒരു ഭംഗിക്ക് വെള്ളം നിറച്ച് വെക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പം ഞാൻ ഈ ചെടി ഇട്ടപ്പോഴത്തേക്കും അത് നല്ല രീതിക്ക് വളരുന്നുണ്ട്. അപ്പോൾ മറ്റതിലും കൂടി ഇട്ട് വെക്കണം. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി. ഏട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് വിശ്രമിക്കുകയാണ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ഏട്ടന് വർക്കുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. പിന്നെ എനിക്ക് എണീറ്റ നേരം തൊട്ട് എന്തൊക്കെയോ ഒരു വേദനയും ബുദ്ധിമുട്ടൊക്കെ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് പുറത്തൊക്കെ ഇരുന്നു. അപ്പോഴത്തേക്കും ലല്ലു അവ ഉറക്കൊഴിച്ച് വന്നു. അങ്ങനെ കുറേ നേരം ലല്ലു അവയൊക്കെ കളിപ്പിച്ചുകൊണ്ടൊക്കെ നിന്നു. അപ്പോൾ ലല്ലു അവ ഒന്നും മിണ്ടണുണ്ടായിരുന്നില്ല കേട്ടോ, ഉറക്കൊഴിച്ച് വന്നുകൊണ്ട്. അപ്പോൾ ഞാൻ ലല്ലു അവയ്ക്ക് നഴ്സറി പോകണമെന്ന് കേട്ടപ്പോൾ വേണ്ടാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അപ്പോൾ ഇത് ബൊമ്മയൊന്നും അല്ല, വർക്കാവുമല്ലേ എന്ന്. ലല്ലു അവയ്ക്ക് നഴ്സറി ഇപ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ ഇപ്പോൾ വരെ. അങ്ങനെ പിന്നെ ഏട്ടന് ഫുഡൊക്കെ കൊടുത്തു. പിന്നെ നമുക്ക് ഉച്ചക്കത്തേക്കൊക്കെ ഉണ്ടാക്കി എടുക്കണമല്ലോ. അപ്പോൾ നോക്കിയപ്പോഴാണ് ഈ സംഭവം ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ മരമൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ മരം കാണിച്ചു തരാം കേട്ടോ. നിറയെ കാഴ്ച നിൽക്കുകയാണ് കേട്ടോ. ഇതിപ്പം അത്യാവശ്യം പഴുത്തിട്ടുണ്ട്. ഞാൻ അരിക്കകത്തൊക്കെ വച്ചതാ കണ്ടോ. ഇതാണ് മരം. മരത്തിൻ്റെ ഫുള്ള് നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് തോന്നുന്നു. കണ്ടോ, ഇങ്ങനെ ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. ഇങ്ങനെ കൊലകലാന്ന് ഇങ്ങനെ കാച്ച വെച്ച് കിടക്കുകയാണേ. നല്ല മധുരമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ ലല്ലുമ്മയുടെ കുറേ നേരം കളിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും കുക്കപ്പനും കൂടെ റേഷൻ കടയിൽ പോകാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ രാവിലെ അച്ഛൻ പോകണതിൻ്റെ കൂട്ടത്തിൽ ആട്ടയിൽ പോകാമെന്ന് കരുതി അങ്ങനെ റേഷൻ വാങ്ങാൻ വേണ്ടി നമ്മൾ റേഷൻ കട അന്വേഷിച്ച് ചെന്നപ്പോഴത്തേക്കും റേഷൻ കടയിൽ നിന്ന് അവധിയാണ്. ശനിയാഴ്ചയായിട്ട് എന്തോ അവധി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആദ്യത്തെ ശനിയാഴ്ച ആയതുകൊണ്ടായിരിക്കും അവധി. അപ്പോൾ ഞാൻ ശശിയായിപ്പോയി. അങ്ങനെ പിന്നെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. നമ്മുടെ സോപ്പ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നേ. ലല്ലു അവ കാണാതെയാണ് ഞാനും കുക്കും കൂടെ റേഷൻ കടയിൽ പോയത്. അപ്പോൾ വന്ന പാടെ തന്നെ ലല്ലു അവ സന്തോഷത്തോടെ ഓടി വന്നു. അപ്പോൾ ഇത്രയും മിൽക്കി ബാർ അച്ഛൻ വാങ്ങിച്ച് കൊടുത്തേനെ കേട്ടോ പിള്ളേർക്ക്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ലല്ലു അവയ്ക്ക് എല്ലാം കൂടെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരെണ്ണേ തരുവുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോൾ സങ്കടപ്പെട്ട് എൻ്റെ പിണങ്ങി കയറി പോണേനെ കേട്ടോ. പിന്നെ അവനെ കുറേ നേരം സമാധാനിപ്പിച്ച്. ഇവന്മാർ രണ്ടെണ്ണത്തിനോട് ഒരുമിച്ച് വീട്ടിൽ നിർത്താൻ കൊള്ളേയില്ല. രണ്ടും കൂടെ കൂട്ടടികളാണ്, ബഹളങ്ങളാണ്. കണ്ടോ, ചുമ്മാ എപ്പോഴും അടി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ശനിയാഴ്ച രണ്ടിനും പോകണ്ടായിരുന്നു. എന്നെ അന്ന് കൊന്ന് ഇവന്മാർ രണ്ടും കൂടെ. അങ്ങനെ കിടന്ന് ബഹളങ്ങളായി മേളങ്ങളായി. രണ്ടിനും ഞാൻ തൂത്ത് പറയിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി. കാരണം ഭയങ്കര കുണ്ടണിയാണ്. പിന്നെ ടി വി ഒക്കെ ഇട്ട് ഇരുത്തിയതിനു ശേഷം നമ്മുടെ ചോറ് പോലും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ നിറച്ച് അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തു. പക്ഷേ നല്ല തിരക്കുള്ള ദിവസമാണ്. കാരണമുണ്ട്, നമുക്കിന്ന് മീനൊന്നുമില്ല. അപ്പോൾ മീൻ എന്തെങ്കിലുമൊക്കെ കടയിൽ ചെന്ന് വാങ്ങണം. പിന്നെ വന്നിട്ട് വേണം കറിയൊക്കെ വയ്ക്കുക. അപ്പോൾ ഞാൻ കരുതി ചോറും വെച്ച് എന്തെങ്കിലും ഒരു തോരനൊക്കെ വെച്ചിട്ട് കടയിലൊക്കെ പോയി മീൻ വാങ്ങിച്ചിട്ട് വരാം. അപ്പോൾ പിന്നെ അത്രയും ജോലി കുറയുമല്ലോ. അങ്ങനെ ബീട്രൂട്ട് ഇരിപ്പുണ്ടായിരുന്നേ. അതൊക്കെ ഒന്ന് തൊലിയൊക്കെ ചെത്തി ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുത്തു. ചോപ്പർ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് തോരൻ വയ്ക്കണ ഏറ്റവും എളുപ്പ പരിപാടിയാണ്. പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്തെടുക്കാമല്ലോ. അപ്പോഴത്തേക്ക് എൻ്റെ ഗ്യാസ് തീർന്നേ. അങ്ങനെ ഞാൻ തോരത്തിന് അമ്മയുടെ അടുത്ത് അടുപ്പിൽ കൊണ്ടുവന്നൊക്കെ ഇട്ടിട്ട് ലല്ലു അവൻ ഞാനും കൂടെ ഗ്യാസ് ഫിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഗ്യാസൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മുടെ ചോറ് പകുതി തിളച്ച് വന്നപ്പോഴാണ് ഗ്യാസ് തീർന്നത്. പിന്നെ ആ ഗ്യാസ് ഒന്ന് ഫിറ്റ് ചെയ്തൊക്കെ വച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അരിയൊക്കെ തിളപ്പിച്ച് റൈസ് കുക്കറിലാക്കി വെച്ചു. അപ്പോൾ ഞാൻ കടയിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ചോറൊക്കെ റെഡി ആയിരിക്കുമല്ലോ. പിന്നെ ഭയങ്കര ചൂടാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മുഖവും കഴുകി വെള്ളം കുടിയാണ് എൻ്റെ ഇപ്പോൾ ഏറ്റവും മെയിൻ പരിപാടി. കാരണം നമ്മൾ കിച്ചണിൽ നിന്ന് ജോലിയും കൂടി ചെയ്യുമ്പോഴേ പെട്ടെന്ന് അങ്ങ് വേർക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ മക്കൾക്കൊക്കെ കൊടുത്തു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം കടയിൽ പോയി മീനൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ. ഇത് 100 രൂപയ്ക്ക് നല്ല ചാളയായിരുന്നു കേട്ടോ. ചളമീൻ, നമുക്കെന്നും ഇഷ്ടം ചാളമീനാണ്. അത് പിന്നെ ചൂര, പിന്നെ കുറച്ച് നെത്തോലി, ഇതൊക്കെ കൂടെ പോകുമ്പോഴത്തേക്ക് 2-3 ദിവസം കണക്കാക്കി ഞാൻ വാങ്ങിച്ചിട്ട് വെക്കും. അപ്പോൾ പിന്നെ നമുക്ക് എന്നൊന്നും പോകണ്ടല്ലോ. അങ്ങനെ 2-3 ദിവസത്തിനേ കണക്കാക്കി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മീനിൽ മസാലയൊക്കെ പുരട്ടി കുറച്ച് ചാള എടുത്തൊന്ന് വറുക്കാൻ വേണ്ടി വെച്ചോട്ടോ. പിന്നെ നമുക്ക് നെത്തോലി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കറി വയ്ക്കാമെന്ന് കരുതി അങ്ങനെ നെത്തോലിക്കുള്ള ഒക്കെ അരപ്പൊക്കെ ഒന്ന് അരച്ചെടുത്തു. അങ്ങനെ അതൊക്കെ ഒന്ന് ചട്ടിയിലാക്കി കറിവേപ്പിലേക്ക് ഇട്ട് നമ്മുടെ കറിക്ക് വേണ്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു. മീനൊക്കെ വറുത്തെടുത്തു. പിന്നെ നമ്മുടെ അടുക്കള മൊത്തം കുളമായി കിടക്കാണ് കേട്ടോ. കാരണം ഞാൻ രാവിലെ എണീറ്റപ്പോൾ ഇത്രയും പാടുപെട്ട ദിവസമായിരിക്കും എന്ന് വിചാരിച്ചില്ല. കാരണം കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്, കീരയൊക്കെ. അപ്പോൾ ഇതൊക്കെ അടുക്കി പറക്കി ഫ്രിഡ്ജിനകത്ത് കയറ്റി കഴിഞ്ഞാൽ മാത്രമേ ഇന്നത്തെ എൻ്റെ പണികൾ തീരുള്ളൂ കേട്ടോ.
അപ്പോൾ നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ എനിക്ക് വൃത്തിയാക്കണം. പിന്നെ മൊത്തം മീനൊക്കെ വൃത്തിയാക്കി നാറി വെക്കണം കേട്ടോ. ഇനി പോയി കുളിക്കണം. പിന്നെ മക്കൾക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ തന്നെ മണി 2 കഴിഞ്ഞ് ഞാൻ ഉറക്കം കഴിച്ചപ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത്രയും അലുമ്പ് ദിവസമായിരുന്നു. ഒന്നാമത് എനിക്ക് രാവിലെ എണീറ്റപ്പോൾ തന്നെ വയ്യായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഇന്ന് കിട്ടാത്ത പണിയില്ല. ഗ്യാസ് തീർന്ന്, പിന്നെ മീൻ കിട്ടിയില്ല. അതിന് പോയി പിന്നെ നമ്മുടെ പൈപ്പ് പൊട്ടി. അയ്യോ, ഒരുപാട് ഒരു കൊട്ടക്കണക്കിന് പണിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഒരുപാട് പണിയുണ്ട്. അവിടെ എല്ലാം കൂടെ കാണിച്ച് നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ഒരുപാട് നീളം കൂടിപ്പിക്കാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം.